നമസ്കാരം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മോദിക്ക് മറുപടി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനുള്ള ശ്രമമാണ് BJP ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടാകുന്നതെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി. തൃശൂർ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആരോപണവുമായി മുന്നോട്ട് വന്നത്. കടമെടുപ്പ് പരിധിയിൽ തിരിച്ചടി ഉണ്ടായെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശം തെറ്റാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. കടുത്ത വിദ്വേഷമാണ് BJPക്ക് കേരളത്തോടുള്ളതെന്നും കഴിഞ്ഞ നോട്ട് നിരോധന കാലത്ത് കേരളത്തെ വേട്ടയാടാനുള്ള ശ്രമമാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നും സഹകരണ മേഖലയോട് ഒപ്പം നിൽക്കാനുള്ള ശ്രമമാണ് കേരള സർക്കാർ ശ്രമിച്ചതെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. ചിലരുടെ വഴിതെറ്റിയ നിലപാടാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഇവർക്ക് ഒരു വിട്ടുവീഴ്ചയും ഇല്ല. കരുവന്നൂരിലെ നിക്ഷേപകർക്ക് 117 കോടി തിരികെ നൽകി. ബാങ്ക് ഇപ്പോൾ കൃത്യമായ ഇടപാട് നടത്തി മുന്നേറുന്നു. അഴിമതി നടത്തിയവരെ വെറുതെ വിടില്ല. CPMന്റെ അക്കൗണ്ട് മരവിപ്പിച്ചാലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കില്ല. ജനങ്ങളുടെ പണം ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. തൃശ്ശൂരിലെ ജില്ലാ കമ്മിറ്റി അക്കൗണ്ട് മരവിപ്പിച്ചാലും സുരേഷ് ഗോപിയെ തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. പ്രകടന പത്രികയിൽ വർഗീയ അജണ്ടയാണ് BJPക്കുള്ളത്. കൃഷിക്കുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു. വിള ഇൻഷുറൻസ്, ഭക്ഷ്യവളം, സബ്സിഡികൾ, തൊഴിലുറപ്പുള്ള പദ്ധതി എന്നിവയ്ക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചു. 2019 വാഗ്ദാനം എന്തായി? 2022 ഓരോ ഇന്ത്യക്കാരനും ഓരോ വീട് എന്ന വാഗ്ദാനമുണ്ടായിരുന്നു. അക്കാര്യം എന്തായി? കഴിഞ്ഞ 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ മോദിക്ക് ധൈര്യമുണ്ടോ എന്നും പിണറായി വിജയൻ ചോദിക്കുന്നു.